മുൻ എം.എൽ.എ. എം യൂസഫ് പോസ്റ്റ്മോർട്ടം നടക്കുന്നതിനിടെ മോർച്ചറിക്കുള്ളിലേക്ക് അനധികൃതമായി പ്രവേശിച്ചെന്ന ആരോപണം. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ എം യൂസഫ് അതിക്രമിച്ചു കയറുകയായിരുന്നു. ആലുവയിൽ നിന്നും കൊണ്ടുവന്ന മൃതദേഹം ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മോർച്ചറിയിൽ ബഹളമുണ്ടാക്കിയതായാണ് പരാതി. അതേസമയം തന്നോട് മോർച്ചറിയിലെ ജീവനക്കാരാണ് തട്ടിക്കയറിയതെന്ന് എം യൂസഫ് പ്രതികരിച്ചു. ക്രമത്തിൽ നാലാമതിരിക്കുന്ന മൃതദേഹം ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നായിരുന്നു മുൻ എം.എൽ.എ. എം യൂസഫിന്റെ ആവശ്യം. ഇത് അനുവദിക്കാതിരുന്നതോടെയാണ് പ്രശ്നങ്ങളുണ്ടായത്. മോർച്ചറിക്കുള്ളിലേക്ക് കടന്ന എം യൂസഫ് ഡ്യൂട്ടിയിലുണ്ടായ ജീവനക്കാരോട് തട്ടിക്കയറുകയായിരുന്നു. ഈ സമയം മറ്റൊരു മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുകയായിരുന്നു. എം യൂസഫിനെ പോലീസും സെക്യൂരിറ്റി ജീവനക്കാരും ചേർന്ന് മോർച്ചറിയിൽ നിന്നും പുറത്തിറക്കി. ഏകദേശം നാലഞ്ചോളം ബോഡികൾ ഇപ്പോൾ നിലവിൽ ഇവിടെ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ രണ്ടെണ്ണം അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടുത്തെ മുൻ എം.എൽ.എ. എം യൂസഫ് എന്ന് പറഞ്ഞ ആൾ വാതിലെല്ലാം തള്ളി തുറന്ന് വേറൊരു ബോഡിക്ക് വേണ്ടി പുള്ളി സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ ബോഡി ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡികളെക്കാളൊക്കെ മുമ്പ് പുള്ളി കൊണ്ടുവന്ന് അല്ലെങ്കിൽ അവരുടെ കൊണ്ടുവന്ന കസ്റ്റഡിയിലുള്ള ബോഡി ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. അതേസമയം പോസ്റ്റ്മോർട്ടം ആദ്യം നടത്തണമെന്ന് താൻ ആവശ്യപ്പെട്ടില്ലെന്നായിരുന്നു എം യൂസഫിന്റെ വിശദീകരണം. ഡോക്ടർമാർ ഇരിക്കുന്ന മുറിയിലാണ് താൻ കയറിയത്. എപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുമെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്നവർ തന്നോട് തട്ടിക്കയറുകയാണ് ഉണ്ടായതെന്നും എം യൂസഫ് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ ബോഡി ആദ്യം ചെയ്യണമെന്നല്ല, അവിടെയുള്ള എല്ലാ ബോഡിയും പ്രാധാന്യമുള്ളത് തന്നെയാണ്. അവരുടെ ബന്ധുക്കളും ആ പ്രയാസത്തിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായും ആലുവയിൽ നിന്നും ചൂർണിക്കര ഇങ്ങനെ കുഴഞ്ഞു കൊണ്ട് മരിച്ച ഒരാളുടെ ബോഡി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇടപെടണം എന്ന് പറഞ്ഞു. പ്രശ്നങ്ങളെ തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ അരമണിക്കൂറോളം വൈകുകയും ചെയ്തു. ജനം, കൊച്ചി.